ഒമാനിൽ വേനൽക്കാലത്ത് വൈദ്യുതി നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് നിരക്കിളവ് ലഭിക്കുക. വേനൽക്കാലത്ത് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലെ വൈദ്യുതി വിച്ഛേദിക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. ഒമാനിലെ പബ്ലിക് സർവീസ് റെഗുലേറ്ററി അതോറിറ്റിയാണ് വേനൽക്കാലത്തെ വൈദ്യുതി നിരക്കിളവും മറ്റു നിർദ്ദേശങ്ങളും പ്രഖ്യാപിച്ചത്. പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടിനും സ്വദേശികൾക്ക് അവരുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമാണ് ഇളവ് ലഭിക്കുക. മാത്രമല്ല, പാക്കേജിൽ ഇളവ് ലഭിക്കണമെങ്കിൽ മറ്റ് വ്യവസ്ഥകളും പാലിക്കണം. നാഷണൽ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉപഭോക്താക്കൾ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാകും ഇളവ് ലഭിക്കുകയെന്ന് അതോറിറ്റി വ്യക്തമാക്കി. മെയ് മാസത്തിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 15%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 10%മാണ് ഇളവ് ലഭിക്കുക. എന്നാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 20%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 15% ഇളവ് ലഭിക്കും. കനത്ത ചൂടുകാലത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. വേനൽക്കാലത്ത് റെസിഡൻഷ്യൽ വിഭാഗത്തിലെ വരിക്കാരുടെ സേവനങ്ങൾ വിച്ഛേദിക്കരുതെന്നും വിതരണ കമ്പനികൾക്ക് അതോറിറ്റി നിർദ്ദേശം നൽകി. പണമടയ്ക്കൽ വൈകിയാൽ പോലും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് ബില്ലുകൾ തവണകളായി അടയ്ക്കാൻ അവസരം നൽകണം. ഒമാനിൽ ഭൂരിഭാഗം പ്രവാസികളും ഉപയോഗിക്കുന്നത് സെക്കൻഡറി അക്കൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യം പ്രവാസികൾക്ക് കാര്യമായി ഗുണം ചെയ്യില്ലെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.